കപ്പയൊക്കെ പുഴുങ്ങി വെച്ചപ്പോൾ മീൻകറി കൂട്ടി കഴിക്കാനൊരു മോഹം. അപ്പോൾ അയല പോകുന്നുണ്ടായിരുന്നു. അയല വാങ്ങിച്ചിട്ട് നല്ലൊരു അടിപൊളി മാങ്ങയൊക്കെ ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കി. അപ്പോൾ അത് കഴിച്ച് നോക്കിയപ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയോ? അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു മൺചട്ടിയിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയിട്ടാണ് ചതച്ചെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 3 4 എത്രയാச்சுം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു 10 അല്ലി ചുവന്നുള്ളി, അത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു മാങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എരിവിന് പാകമായിട്ടുള്ള കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ വലിയ 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി, 2 വലിയ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കണം കേട്ടോ. അതൊരു തിരുമുന്നതിനനുസരിച്ചാണ് ഈ ഒരു മീൻകറിയുടെ ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ നന്നായിട്ട് തിരുമ്മിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഗ്രേവി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അയല കഷ്ണം ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 3/4 കിലോൻ്റെ അടുത്ത് വരും കേട്ടോ അയല. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി കിട്ടും കേട്ടോ. അപ്പോൾ മീൻ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വെക്കാം.